നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ പത്മകുമാർ അറസ്റ്റിലായ സംഭവവുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം എടുക്കാനെത്തിയ മാധ്യമ പ്രവർത്തകരോട് ക്ഷുഭിതനായി അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. റിപ്പോർട്ടറുടെ ചോദ്യത്തിനാണ് ഇത്തരത്തിൽ ക്ഷുഭിതനായി കടകംപള്ളി സുരേന്ദ്രൻ മറുപടി നൽകിയത്. പ്രതികരണം തേടിയ മാധ്യമ പ്രവർത്തകനോട് വീട്ടിലിരിക്കാനും സമ്മതിക്കില്ല എന്നായിരുന്നു കടകംപള്ളിയുടെ ചോദ്യം. തുടർന്ന് വീട്ടിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് പോയി. സ്വർണ്ണക്കൊള്ളക്കേസിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കുമെന്ന സൂചനകളുണ്ട്. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ആരായാൻ മാധ്യമ പ്രവർത്തകർ എത്തിയത്. പക്ഷേ തന്നെ വീട്ടിലിരിക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് ചോദിച്ച് വളരെ വേഗം തന്നെ അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇനി ചോദ്യം ചെയ്തത് കടകംപള്ളി സുരേന്ദ്രനെയാണ് എന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു. കേസിൽ കടകംപള്ളിക്ക് പങ്കുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരുന്നു ഉത്തരവാദിയെങ്കിൽ ക്രിമിനൽ കേസ് കൊടുക്കാൻ എന്തുകൊണ്ട് ദേവസ്വം ബോർഡോ സർക്കാരോ ശുപാർശ ചെയ്തില്ല എന്നും അദ്ദേഹം ചോദിച്ചു. കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും അടുത്തയാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നും VD സതീശൻ ആരോപിച്ചു. ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റുവെന്നും കടകംപള്ളിയോട് ചോദിച്ചാൽ ആർക്കാണ് വിറ്റതെന്ന് അറിയാമെന്നുമായിരുന്നു VD സതീശൻ നേരത്തെയും ആരോപണം ഉന്നയിച്ചത്. സ്വർണം ചെമ്പാക്കിയ രാസവിദ്യയാണ് നടന്നത്. ഒരു പത്രസമ്മേളനം നടത്തി സർക്കാരിന് പറയാനുള്ളത് പറയുകയാണ് വേണ്ടത്. എന്താണ് ഇത്രയും നാളായി മിണ്ടാതിരിക്കുന്നതെന്നും VD സതീശന്റെ ചോദ്യം. തുടർന്ന് ആരോപണം തെളിയിക്കണമെന്നാവശ്യപ്പെട്ട് കടകംപള്ളി VD സതീശന് നോട്ടീസ് അയക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വർണ്ണപ്പാളികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയത് സർക്കാരാണെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയൽ ദേവസ്വം ബോർഡിന് മുന്നിലെത്തിയതെന്നുമായിരുന്നു പത്മകുമാർ നൽകിയ മൊഴി. സർക്കാർ ഇടപെടൽ ഉണ്ടായോ എന്ന് പരിശോധിക്കാനാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നത്. പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്ത ശേഷം കടകംപള്ളിക്ക് നോട്ടീസ് നൽകുക എന്ന തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നതെന്നാണ് സൂചന. പോറ്റിക്ക് ദേവസ്വം മന്ത്രിയുമായി പരിചയമുണ്ടായിരുന്നെന്നും അന്വേഷണ സംഘത്തിന് വിവരം കിട്ടിയിട്ടുണ്ട്. പോറ്റിയുടെ കൊള്ളയെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ അതോ മന്ത്രിയുടെ മുന്നിലെത്തിയ നിവേദനം ബോർഡിന് കൈമാറുക മാത്രമായിരുന്നോ എന്നീ കാര്യങ്ങളായിരിക്കും പ്രധാനമായും പരിശോധിക്കുക. വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ മുൻ ദേവസ്വം മന്ത്രിക്ക്? ഇതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ദേവസ്വം ബോർഡിന്റെ ഒരു തീരുമാനത്തിലും മന്ത്രിക്കോ വകുപ്പിനോ പങ്കില്ല എന്നായിരുന്നു അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തന്റെ മുന്നിൽ എത്തിയിട്ടില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ബോർഡിന്റെ തീരുമാനങ്ങൾ ബോർഡിന്റേത് മാത്രമാണ്. പാളികൾ ഇളക്കാൻ പറയാനും പൂശാൻ പറയാനും മന്ത്രിക്ക് അധികാരമില്ല എന്നും കടകംപള്ളി നേരത്തെ പ്രതികരിച്ചിരുന്നു. എന്തായാലും കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണമൊക്കെ നിർണായകമായി മാറുകയാണ്. തീർച്ചയായിട്ടും എന്താണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ A പത്മകുമാറിന്റെ അറസ്റ്റ് കൂടെ രേഖപ്പെടുത്തിയതോടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് പാർട്ടി ആയിരിക്കുന്നത്. തെക്കൻ കേരളത്തിൽ CPMന്റെ അറിയപ്പെടുന്ന നേതാക്കൾ ഒരാളും മുൻ MLAയുമാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ A പത്മകുമാർ. അത് തന്നെ പാർട്ടിക്ക് വലിയ കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. PK ചന്ദ്രാനന്ദനെ ദേവസ്വം ബോർഡ് അംഗമാക്കിയതിനു ശേഷം പ്രസിഡന്റ് പദവിയിലേക്ക് CPM നിയോഗിച്ച ആദ്യ നേതാവായിരുന്നു അന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ A പത്മകുമാർ. അങ്ങനെ ഒരാളുടെ അറസ്റ്റ് തദ്ദേശ തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ LDFനെ സർക്കാരിനെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. സ്വർണ്ണ കവർച്ചയിലെ അന്വേഷണവും അറസ്റ്റും ഉദ്യോഗസ്ഥർക്കപ്പുറം എത്തില്ല എന്ന ആദ്യഘട്ടത്തിലെ ദേവസ്വം വകുപ്പിന്റെയും CPMന്റെയും ഒരു ആത്മവിശ്വാസം അതുകൂടി തകർന്ന് തരിപ്പണമായിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതിയുടെയും SITയുടെയും നടപടികൾ തുടക്കത്തിൽ സ്വാഗതം ചെയ്ത സർക്കാർ കേന്ദ്രങ്ങൾ ഇപ്പോഴും ഒരു രാഷ്ട്രീയ ഇടപെടലും ഇല്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ശബരിമലയിൽ യുവതീ പ്രവേശ വിധി നടപ്പാക്കാൻ പാർട്ടിയും സർക്കാരും മുന്നിട്ടിറങ്ങിയ ഘട്ടത്തിലെ പ്രസിഡന്റ് കൂടിയാണ് പത്മകുമാർ എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അദ്ദേഹം എന്തൊക്കെ തുറന്നു പറയും, അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു വാസു അതുപോലെ തന്നെ പത്മകുമാറും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായ ഭിന്നതകളുണ്ട്. മാത്രമല്ല സർക്കാരുമായി ഈ പാർട്ടി എടുത്ത പല തീരുമാനങ്ങളെയും എതിർത്ത ഒരു വ്യക്തിയാണ് പത്മകുമാർ. നമുക്ക് യുവതീ പ്രവേശം നോക്കിയാലും വീണ ജോർജിന്റെ പ്രത്യേക അതിഥി പദവി നൽകിയതുമൊക്കെ നിശ്ചിതം വിമർശിച്ച ഒരു വ്യക്തി കൂടിയാണ് പത്മകുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ ഒരു കേസിൽ അറസ്റ്റിലാകുമ്പോൾ അദ്ദേഹം മുഖം നോക്കാതെ തന്നെ എല്ലാം വിളിച്ചു പറയുമോ? പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞൊരു ഒച്ചൊരു കാര്യമുണ്ട്, താൻ ദൈവതുല്യരായി കണ്ട പല വ്യക്തികളും ഇതിന് പിന്നിലുണ്ട് എന്ന്. ആ ദൈവതുല്യരായി താൻ കണ്ട വ്യക്തികളുടെ പേരൊക്കെ അദ്ദേഹം വിളിച്ചു പറയുമോ എന്ന ചോദ്യം കൂടി നിലവിൽ ഉയരുന്നുണ്ട്. എന്നാലും CPMൽ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ പത്മകുമാറിന്റെ അറസ്റ്റിലൂടെ.
അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. എന്തായാലും ഇതിനോടകം തന്നെ കടകംപള്ളി സുരേന്ദ്രനെതിരെ പ്രതിപക്ഷമടക്കമുള്ളവർ ഉന്നമിട്ട് തീർച്ചയായിട്ടും പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഒക്കെ ഉന്നയിച്ചു കഴിഞ്ഞു. ഇനി പത്മകുമാർ ആ പേര് പറയുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും എൻ വാസുവും പത്മകുമാറും ഒരുമിച്ച് കസ്റ്റഡിയിലുള്ള സാഹചര്യത്തിൽ ഇവരിൽ നിന്ന് പുറത്തു വരാനിടയുള്ള വിവരങ്ങൾ നിർണായകമാവുകയാണ്. വിശ്വാസികളുടെ മനസ്സിൽ ഈ സംഭവ പരമ്പര ഏത് രീതിയിലുള്ള ഒരു ആഘാതമാണ് സൃഷ്ടിക്കുന്നത്, അതും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉളവാക്കുന്ന തരത്തിൽ തന്നെ ആയിരിക്കുകയാണ്. എന്താണ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം? നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം ഇതുവരെയുള്ള നാൾ വഴികൾ. 2019 ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളും വാതിലും സ്പോൺസർ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി കൈപ്പറ്റി സ്വർണം പൂശി തിരിച്ച് സന്നിധാനത്തെത്തിച്ചു. 2025 സെപ്റ്റംബറിൽ ദ്വാരപാലക ശില്പങ്ങൾ മങ്ങി. അവ വീണ്ടും സ്വർണം പൂശാമെന്നാവശ്യപ്പെട്ട് പോറ്റി വീണ്ടും ദേവസ്വം ബോർഡിനെ സമീപിച്ചു. ദേവസ്വം ബോർഡ് ശില്പങ്ങൾ പോറ്റിക്ക് കൈമാറി. പക്ഷേ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പഴയ രീതിയിലുള്ള സ്വർണം പൂശൽ തടഞ്ഞു. വിവരം അറിഞ്ഞതിനു പിന്നാലെ സ്പെഷ്യൽ കമ്മീഷണർ ഇടപെട്ടു. നിയമപ്രകാരം തന്നെ അറിയിക്കാതെയാണ് ഉരുപ്പടികൾ ചെന്നൈക്ക് കൊണ്ടുപോയതെന്ന് ഹൈക്കോടതി അറിയിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ശബരിമല സ്വർണ്ണപ്പാളി സ്വർണം പൂശൽ വിവാദം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ കോടതി ഇടപെടൽ. ഇതോടെ സ്വർണ്ണപ്പാളി വിവാദം പുറം ലോകത്തേക്ക്. നിർണായകമായ അറസ്റ്റുകളാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്പോൺസർ. അതിനുശേഷം മുരാരി ബാബു, ശബരിമലയുടെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു. വി സുധീഷ് കുമാർ അറസ്റ്റിലായിട്ടുണ്ട്. ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ. കേസ് ബൈജു, മുൻ തിരുഭാവനം കമ്മീഷണർ. എൻ വാസു, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമാണ്. പത്മകുമാർ, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റാണ്. ഇത്രയും പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇനി അടുത്ത അറസ്റ്റ് ആരാണ്? ഉന്നതരിലേക്ക് ഈ ഒരു അറസ്റ്റ് എന്ന തരത്തിലുള്ള നടപടികൾ എത്തുമോ എന്ന ചോദ്യവും ബാക്കിയാവുകയാണ്. ADGPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെയാണ് അന്വേഷണത്തിനായി ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ളത്. പത്മകുമാറിന് കുരുക്കായത് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു, എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു എന്നിവരുടെ മൊഴികളാണെന്നാണ് സൂചന. പത്മകുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണ് സ്വർണ്ണപ്പാളിക്ക് പകരം ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതെന്ന് എൻ വാസുവും ഉന്നതങ്ങളുടെ അറിവോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടതെന്ന് സുധീഷ് കുമാറും മുരാരി ബാബുവും അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു. എന്തായാലും കേസ് ഇതുവരെ എത്തി നിൽക്കുകയാണ്. ഇനി അടുത്ത ആര് അറസ്റ്റിലാകും? മറ്റ് അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്തൊക്കെയാണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. പ്രതികരണങ്ങൾ ഒക്കെ ഏറ്റവും പ്രധാനം കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ? അത്തരത്തിലൊരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ എന്ന ചോദ്യം നിലവിൽ ഉയരുകയാണ്. എന്തായാലും അറസ്റ്റിലായ പത്മകുമാറിനെ CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയേക്കും. സ്വർണ്ണക്കൊള്ള കേസിൽ പാർട്ടിയുടെ മുഖം രക്ഷിക്കാനുള്ള നടപടികൾ വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.